ഹലോ അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് റവ കൊണ്ട് ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം ഒരു കപ്പ് മൈദയിലേക്ക് അരക്കപ്പ് റവ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മൈദ എത്രയാണോ എടുക്കണത് അതിൻ്റെ പകുതി റവ, അതാണ് കേട്ടോ കണക്ക്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇതിനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പാകത്തൊരു മധുരം കേട്ടോ. ഇനി കൂട്ടണമെങ്കിൽ കൂട്ടാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി മാറ്റാം. ഒരു ദോശൻ്റെ മാവിൻ്റെ അത്രയും ലൂസായാൽ മതി കേട്ടോ. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളമല്ല, നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ബാറ്റർ നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവണത്. പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുഴക്കണേ. ഹാൻഡ് ബീറ്ററൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വിസ്കൊക്കെ വേണമെങ്കിൽ ഒക്കെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതേ ഒരു രൂപത്തിലാണ് മാവുള്ളത്. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴാണ് ഈ റവ നല്ലോണം കുതിർന്ന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വരുന്നത്. 15 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ലൂസാക്കി മാറ്റാം കേട്ടോ. പിന്നെ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിൽ. അത് നല്ല ചൂടായിട്ട് വരുമ്പം ഇതേപോലെ ഒരു കയ്യിൽ കോരിയിട്ട് കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കുക തീ. എന്നാലേ ഉള്ളൂ നമ്മൾ വിചാരിച്ച പോലെ ഇത് നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ട് വരിക. അപ്പോൾ ഒരിക്കലും തീ കൂട്ടിയിടരുത് കേട്ടോ. കുറച്ച് സമയം എടുക്കും തീ കുറവായതുകൊണ്ട് തന്നെ. എന്നാലും നല്ലൊരു പെർഫെക്റ്റ് ഒരു ബോൾ പോലെ നല്ല വീർത്ത് വരും കേട്ടോ. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ചട്ടകം കൊണ്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കോരിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പം രണ്ട് സൈഡും ഒരേപോലെ മൂത്ത് നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മളിപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. ഈ റവൻ്റെ ഇതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ ചൂട് കൂടരുത്, അപ്പോഴുള്ളൂ ഇങ്ങനെ അടിപൊളിയായിട്ട് വരിക. ചൂട് കൂടി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ വക്കൊക്കെ ഒരു ഇങ്ങനെ ഉള്ളോട്ട് പോലെ ആയിട്ട് നമ്മൾ ഈ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിച്ച ഈ ഒരു പലഹാരമായിട്ട് വരില്ല. ഇത് പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ ഇങ്ങനെ പൊള്ളായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ടൊക്കെ നെയ്യപ്പം ഉണ്ടാക്കില്ലേ, അരിപ്പൊടിയും റവ ഒക്കെ വെച്ചിട്ട്, അതാകുമ്പോൾ ഉള്ളിൽ കുറച്ച് കട്ടിയായിട്ടായിരിക്കുമല്ലോ ഇരിക്കുക. അപ്പോൾ നമ്മൾ ചൂട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താ ആ ഷേപ്പിലാട്ടോ വരില്ല. പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളിത് കോരിയെടുക്കുക. ഇതിൽ ഒട്ടും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒഴിച്ച പാടെ തന്നെ വീർത്ത് വരില്ല കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം തീ കുറവായത് കൊണ്ട്. പിന്നെ നമുക്ക് മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർക്കണ്ട. അതിന് പകരം ഉപ്പന്നെ ഇട്ടിട്ട് ഇതേപോലെ തന്നെ പൊരിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ അതായത് ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് നല്ല തീ കൂട്ടിയിട്ടിട്ടും പൊരിച്ച് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇതിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ തീൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. ഞാൻ 2 രൂപത്തിലുള്ളതും കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ഇതാ നെയ്യപ്പത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കട്ടിയുമായിരിക്കും കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ബോൾ പോലെ ഇരിക്കുന്നത്. പുറം നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ തുറക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നല്ലൊരു തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.